ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധനയുമായി പോലീസും റവന്യൂ വകുപ്പും. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പിടിച്ചെടുത്തു. അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തുവരുമെന്നായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും കോടികളുടെ ഭൂമി ഇടപാടുകളും പരിശോധിക്കുന്നതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോലീസും റവന്യൂ വകുപ്പും പരിശോധന നടത്തിയത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. ഇതിനിടെ സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചന നടത്തിയത് കൽപേഷ് അടക്കമുള്ള 5 അംഗ സംഘമെന്ന് പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ബംഗളൂരുവിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് മൊഴി. ഒന്നും പറയാനില്ല, അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തു വരും. പോറ്റിക്ക് വേണ്ടി അഭിഭാഷകനുടൻ ജോയിന്റ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. നിലവിലുള്ള കസ്റ്റഡി രണ്ടാമത്തെ കേസിൽ കൂടി ബാധകമാക്കണമെന്നാണ് ആവശ്യം. അദ്ദേഹത്തിന്റെ കൗൺസിൽ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള അദ്ദേഹം നിരപരാധിയാണെന്ന് തന്നെയാണ്. സബ്സിക്വന്റായി കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുണ്ട്. ഇൻവെസ്റ്റിഗേഷന്റെ ഫർദർ ഘട്ടങ്ങളിൽ അത് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുത്ത് പോറ്റിയോടൊപ്പം ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.